Dear friends, welcome to Come On Children. Man and Media എന്ന യൂണിറ്റിലെ ബുക്സ് എന്ന പോയവും അതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റീസുമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഈ യൂണിറ്റിലെ മറ്റേതെങ്കിലും ക്ലാസ്സുകളോ മാത്സിൻ്റെയോ ബേസിക് സയൻസിൻ്റെയോ ക്ലാസ്സുകളോ നിങ്ങൾക്ക് കാണണമെങ്കിൽ അവയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ യൂണിറ്റിൽ നമ്മൾ പല മാസ് മീഡിയകളെക്കുറിച്ച് മനസ്സിലാക്കി അല്ലേ? അവയിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ബുക്സ്. Books play a very important role as a mass media. ഒരു മാസ് മീഡിയ എന്ന നിലയിൽ പുസ്തകങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു റോളാണുള്ളത്. They are treasure houses of knowledge. പുസ്തകങ്ങൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്താണ് ഓർമ്മ വരുന്നത്? നിറയെ അറിവുകളാണല്ലേ. അറിവുകളുടെ വലിയൊരു ശേഖരമാണ്, ഒരു ട്രഷർ ഹൗസാണ് പുസ്തകങ്ങൾ. Books are the most faithful of friends. നമ്മുടെ കൂട്ടുകാരിൽ ഏറ്റവും കൂടുതൽ വിശ്വസിക്കാൻ കഴിയുന്നത് പുസ്തകങ്ങളെയാണ്. നമ്മുടെ ജീവിതത്തിൽ സഹായകമായ ഒരുപാട് പുതിയ അറിവുകൾ, നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്ന കൂട്ടുകാരാണ് പുസ്തകങ്ങൾ. എല്ലാ ബുക്സും നോളജിന് വേണ്ടി മാത്രമാണോ വായിക്കാറുള്ളത്? അല്ല. Some books are read only for pleasure and amusement. ചില പുസ്തകങ്ങൾ സന്തോഷത്തിനും വിനോദത്തിനുമൊക്കെ വേണ്ടിയാണ് വായിക്കാറുള്ളത് അല്ലേ? Here is a poem on books. Enjoy reading it. പുസ്തകങ്ങളെക്കുറിച്ചുള്ള ഒരു കവിത ഇതാ, വായിച്ചു നോക്കാം. Books, written by Eleanor Farjeon. Children, have you heard of this poet? Eleanor Farjeon was an English author of children's stories and plays, poetry, biography, history and satire. എലനോർ ഫാജൻ ഒരു ഇംഗ്ലീഷ് എഴുത്തുകാരിയാണ്. കഥകളും നാടകങ്ങളും കവിതകളും ജീവചരിത്രങ്ങളും ചരിത്രവും ആക്ഷേപഹാസ്യവുമൊക്കെ അവരെഴുതിയിട്ടുണ്ട്. ഷീ വൺ മെനി ലിറ്റററി അവാർഡ്സ്. അവർക്ക് ധാരാളം അവാർഡ്സ് ലഭിച്ചിട്ടുണ്ട്. ദ എലനോർ ഫാജൻ അവാർഡ് ഫോർ ചിൽഡ്രൻസ് ലിറ്ററേച്ചർ ഈസ് പ്രിസൻറ്റഡ് ആനുവലി ഇൻ ഹെർ മെമ്മറി. അവരുടെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും ചിൽഡ്രൻസ് ലിറ്ററേച്ചറിന് എലനോർ ഫാജൻ അവാർഡ് നൽകി വരുന്നു. Now let's read the poem. ഞാൻ ഈ കവിത ആദ്യമൊന്ന് വായിക്കാം, എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ശ്രദ്ധിക്കൂ. What worlds of wonder are our books? As one opens them and looks, new ideas and people rise in our fancies and our eyes. The room we sit in melts away, and we find ourselves at play with someone who before the end may become our chosen friend. Or we sail along the page to some other land or age. Here is our body in the chair, but our mind is over there. Each book is a magic box, which with a touch a child unlocks. In between their outside covers, books hold all things for their lovers. Children, now let's go through the poem in detail. See the first 4 lines. What worlds of wonders are our books? നമ്മുടെ പുസ്തകങ്ങൾ എന്ത് അത്ഭുത ലോകങ്ങളാണ്. അവ നമ്മെ എന്തെല്ലാം അത്ഭുതങ്ങളാണ് കാണിച്ചു തരുന്നതല്ലേ. As one opens them and looks, new ideas and people rise in our fancies and our eyes. What happens when we read a book? Yes, we will get new ideas. പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് പല പുതിയ ആശയങ്ങളും കിട്ടുന്നു അല്ലേ. We can meet many people. There are many characters in a book. ഓരോ പുസ്തകങ്ങളിലും ഒരുപാട് കഥാപാത്രങ്ങളില്ലേ, ഒരുപാട് ആളുകളെ നമുക്ക് പരിചയപ്പെടാൻ സാധിക്കുന്നു, പല സ്ഥലങ്ങളെക്കുറിച്ചും അറിയാൻ സാധിക്കുന്നു, പല പുതിയ കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ ചിന്തിക്കും അല്ലേ. Thus books arouses our imagination. അങ്ങനെ പുസ്തകങ്ങൾ നമ്മുടെ ചിന്താശേഷിയെ, ഇമാജിനേഷനെ ഉണർത്തുന്നു അല്ലേ. അപ്പോൾ ഈ 4 വരികളുടെ മീനിങ് മനസ്സിലായല്ലോ. പുസ്തകങ്ങൾ അത്ഭുത ലോകങ്ങളാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? പുസ്തകങ്ങൾ വായിക്കുന്നതിലൂടെ പല പുതിയ ഐഡിയാസും നമുക്ക് ലഭിക്കുന്നു. നമ്മൾ അറിയാത്ത, കാണാത്ത, കേൾക്കാത്ത ആളുകളും സംഭവങ്ങളും സ്ഥലങ്ങളുമൊക്കെ നമ്മുടെ കൺമുന്നിൽ എന്ന പോലെ ഭാവനയിൽ നമ്മുടെ മനസ്സിൽ തെളിയുന്നു. അപ്പോൾ നമ്മളൊരു അത്ഭുത ലോകത്തിൽ എത്തിപ്പെട്ടതുപോലെ തോന്നും അല്ലേ. ആ ഒരു അർത്ഥത്തിലാണ് പുസ്തകങ്ങൾ അത്ഭുത ലോകങ്ങളാണ് എന്ന് പറയുന്നത്. സെക്കൻഡ് സ്റ്റാൻസ നോക്കൂ. The room we sit in melts away, and we find ourselves at play with someone who before the end may become our chosen friend. വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇരിക്കുന്ന ആ റൂം ഉരുകിയില്ലാതാവുന്നു എന്നാ പറയുന്നത്. എന്താണ് ഇതിൻ്റെ മീനിങ്? വായനയിൽ മുഴുകുമ്പോൾ നമ്മുടെ ചുറ്റുപാടുമുള്ളതെല്ലാം നമ്മൾ മറന്നു പോകും അല്ലേ. അവിടെ സംഭവിക്കുന്നതൊന്നും അറിയാതെ
പുസ്തകവും അതിലെ കഥാപാത്രങ്ങളും അതിലെ സംഭവങ്ങളും നമ്മളും മാത്രമായി തീരും. അങ്ങനെ ഒരു പുസ്തകം വായിച്ചു തീരുന്നതോടെ ആ പുസ്തകം നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടായി തീരും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ആൻസർ നോക്കൂ. Oh, we sail along the page to some other land or age. Here is our body in the chair, but our mind is over there. നമ്മൾ പുസ്തകത്തിൻ്റെ താളുകളിലൂടെ കടന്നു പോകുമ്പോൾ, ആ പുസ്തകത്തോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ നമ്മൾ എവിടെയായിരിക്കും? മറ്റൊരു ലോകത്ത് അല്ലെങ്കിൽ മറ്റൊരു കാലത്ത് എത്തിപ്പെട്ടതുപോലെ തോന്നും. ഹിയർ ഈസ് അവർ ബോഡി ഇൻ ദ ചെയർ. നമ്മുടെ ശരീരം നമ്മൾ ഇരിക്കുന്ന കസേരയിൽ തന്നെ ഉണ്ടാവും. എന്നാൽ നമ്മുടെ മനസ്സോ? ബട്ട് അവർ മൈൻഡ് ഈസ് ഓവർ ദെയർ. മനസ്സ് ആ പുസ്തകത്തോടൊപ്പം ആയിരിക്കും അല്ലേ? അതിലെ കഥാപാത്രങ്ങളോടൊപ്പം അതിൽ പറയുന്ന സ്ഥലങ്ങളിലായിരിക്കും അല്ലേ? ലാസ്റ്റ് ആൻസർ നോക്കൂ. ഈച്ച് ബുക്ക് ഈസ് എ മാജിക് ബോക്സ് വിച്ച് വിത്ത് എ ടച്ച് എ ചൈൽഡ് അൺലോക്സ്. ഓരോ പുസ്തകങ്ങളും ഓരോ മാന്ത്രിക പെട്ടികളാണ്. ഓരോ കുഞ്ഞിനും തുറന്നു നോക്കി ആവോളം ആസ്വദിക്കാവുന്ന നിറയെ അത്ഭുതങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന മാന്ത്രിക പെട്ടികളാണ് പുസ്തകങ്ങൾ. In between their outside covers, books hold all things for their lovers. അവയുടെ രണ്ട് ചട്ടകൾക്കുള്ളിലായി പേജുകളിൽ എന്താണുള്ളത്? പുസ്തകങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടിയുള്ള ധാരാളം കാര്യങ്ങൾ, കഥകളും പാട്ടുകളും ചിത്രങ്ങളും, ഇങ്ങനെ നിറയെ പുസ്തക സ്നേഹികളെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളാണ് എല്ലാ പുസ്തകങ്ങളിലും ഉള്ളത്. ഇത്രയേ ഉള്ളൂ നമ്മുടെ പോയം. കൂട്ടുകാർക്ക് നന്നായി മനസ്സിലായല്ലോ? വളരെ സിമ്പിളായിരുന്നു അല്ലേ? ഇതിൻ്റെ സമ്മറി ഒന്നുകൂടി വേഗം പറയാം. ഓരോ പുസ്തകങ്ങളും ഓരോ അത്ഭുത ലോകമാണ്. പുസ്തകങ്ങൾ നമുക്ക് പുതിയ ഐഡിയാസ് തരുന്നു. നമുക്കറിയാത്ത ആളുകളും കാണാത്ത കാഴ്ചകളും പോകാത്ത സ്ഥലങ്ങളുമെല്ലാം പുസ്തകങ്ങൾ നമ്മുടെ കൺമുന്നിൽ തെളിയിക്കുന്നു അല്ലേ? ഇതെല്ലാം നമുക്ക് സങ്കല്പിക്കാനും അറിയാനും സാധിക്കുന്നത് പുസ്തകങ്ങളിലൂടെയാണ്. നമ്മളൊരു പുസ്തകം വായിക്കുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ളതെല്ലാം മറന്നു പോകുന്നു. ആ പുസ്തകത്തിൽ മുഴുകി അതിലെ കൂട്ടുകാരോടൊപ്പം അതിൽ പറയുന്ന സ്ഥലങ്ങളിലായിരിക്കും നമ്മളപ്പോൾ അല്ലേ? അങ്ങനെ ഒരു പുസ്തകം വായിച്ചു തീരുമ്പോഴേക്കും അത് നമ്മുടെ ഏറ്റവും അടുത്ത ഫ്രണ്ടായി തീരുന്നു. ഓരോ പുസ്തകത്താളും മറിക്കുന്തോറും നാം മറ്റൊരു ലോകത്ത് എത്തിപ്പെടുകയാണ്. നമ്മുടെ ശരീരം നാം ഇരിക്കുന്ന കസേരയിലായിരിക്കും, എങ്കിലും മനസ്സ് പുസ്തകത്തോടൊപ്പം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. പിന്നെ എന്താ പറയുന്നത്? കുഞ്ഞുങ്ങൾ ഒന്ന് തൊട്ടു നോക്കുമ്പോഴേക്കും തുറന്നു വരുന്ന നിറയെ അത്ഭുതങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന ഒരു മാന്ത്രിക പെട്ടിയാണ്, മാജിക് ബോക്സ് ആണ് പുസ്തകം. പുസ്തകങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും അവയുടെ രണ്ട് പുറം ചട്ടകൾക്കുള്ളിൽ ഉൾക്കൊണ്ടിരിക്കുന്നു എന്നും പറയുന്നു. ഇനി ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡു ബുക്സ് ബിക്കം വേൾഡ്സ് ഓഫ് വണ്ടർ? എങ്ങനെയാണ് പുസ്തകങ്ങൾ അത്ഭുത ലോകങ്ങളാവുന്നത്? പോയത്തിന്റെ ഫസ്റ്റ് ആൻസറിൽ തന്നെ പറയുന്നുണ്ട്, when we read books, new ideas and people rise in our fancies and we feel we are in the worlds of wonder. നമ്മൾ പുസ്തകം വായിക്കുമ്പോൾ പുതിയ ആശയങ്ങളും ആളുകളുമെല്ലാം നമ്മുടെ ഭാവനയിൽ തെളിയുന്നു. അങ്ങനെ നാം ഒരു പുതിയ ലോകത്താണ്, അത്ഭുത ലോകത്താണ് എന്ന് നമുക്ക് തോന്നുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ, what does the poet mean when she says the room melts away? ഒരു പുസ്തകം വായിക്കുമ്പോൾ നാം ഇരിക്കുന്ന റൂം മെൽറ്റ് അവേ ചെയ്യുന്നു, ഉരുകിപ്പോകുന്നു എന്ന് പോയിറ്റ് പറയുന്നുണ്ട് അല്ലേ? എന്താണ് ഇതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്? The poet means that when we read a book, we forget everything around us and enter into a world of imagination. Imagination എന്താണ്? സങ്കല്പം. നമ്മൾ വായനയിൽ മുഴുകിയിരിക്കുമ്പോൾ ചുറ്റുപാടുകളെ എല്ലാം മറന്നുകൊണ്ട് മറ്റൊരു സങ്കല്പ ലോകത്തായിരിക്കും. അതാണ് റൂം മെൽറ്റ്സ് അവേ എന്നതുകൊണ്ട് പോയിറ്റ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഈസ് എ ബുക്ക് റെഫേർഡ് ടു ആസ് എ ചോസൻ ഫ്രണ്ട്? എന്തുകൊണ്ടാണ് ഒരു പുസ്തകം ചോസൻ ഫ്രണ്ടാണ്, ബെസ്റ്റ് ഫ്രണ്ടാണ് എന്ന് പറയുന്നത്? ഒരു പുസ്തകം വായിച്ചു കഴിയുമ്പോൾ അത് നമുക്ക് വളരെ പ്രിയപ്പെട്ടതായി തീരും അല്ലേ? നമുക്കതിനോട് വളരെ ഇഷ്ടം തോന്നും. നല്ല കൂട്ടുകാർ ചെയ്യുന്നത് പോലെ പുസ്തകങ്ങൾ നമ്മെ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ടാണ് പുസ്തകങ്ങൾ നമ്മുടെ പ്രിയ സുഹൃത്തുക്കളാണ്, നമ്മുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരാണ് എന്ന് പറയുന്നത്. ആൻസർ നോക്കൂ. എ ബുക്ക് ഈസ് റെഫേർഡ് ടു ആസ് എ ചോസൻ ഫ്രണ്ട് because when we read the book, it will become dear to us. It inspires us to do great things just as a good friend do. Next question, in what way is a book a magic box?
എങ്ങനെയാണ് ഒരു പുസ്തകം മാജിക് ബോക്സ് ആവുന്നത്? ഒരു മാജിക് ബോക്സിൽ നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം ഉണ്ടാവും അല്ലേ? പുസ്തകങ്ങളെ സ്നേഹിക്കുന്നവർ ആഗ്രഹിക്കുന്ന എല്ലാം ഒരു പുസ്തകത്തിൽ ഉള്ളത് കൊണ്ടാണ് അതിനെ ഒരു മാജിക് ബോക്സ് എന്ന് പറയുന്നത്. ബുക്സ് പ്രൊവൈഡ് എവറിത്തിങ് ഫോർ ദെയർ ലവേഴ്സ്. പുസ്തകങ്ങൾ അവയെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടതെല്ലാം നൽകുന്നു. Thus, each book becomes a magic box. അങ്ങനെയാണ് ഓരോ പുസ്തകവും ഓരോ മാന്ത്രിക പെട്ടിയാവുന്നത്. അടുത്ത ചോദ്യം നോക്കൂ. Pick out the rhyming words and discuss how they add beauty to the poem. ഈ പോയത്തിലെ റൈമിംഗ് വേർഡ്സ് കണ്ടുപിടിക്കാനും അവ എങ്ങനെയാണ് ഈ പോയത്തിൻ്റെ സൗന്ദര്യം കൂട്ടുന്നത് എന്ന് മനസ്സിലാക്കാനുമാണ് പറഞ്ഞിരിക്കുന്നത്. റൈമിംഗ് വേർഡ്സ് എന്താണെന്ന് എല്ലാ കൂട്ടുകാർക്കും അറിയാലോ. നമ്മൾ നേരത്തെ പല പോയത്തിലും പഠിച്ചതാണല്ലേ. വരികളുടെ അവസാനമുള്ള വേർഡ്സിൻ്റെ എൻ സൗണ്ട്, ലാസ്റ്റ് സൗണ്ട് ഒരുപോലെയുള്ള വേർഡ്സ് ആണ് റൈമിംഗ് വേർഡ്സ് അല്ലേ. ഇതിലേതൊക്കെയാണ്? ബുക്സ്, ലുക്സ്, റൈസ്, ഐസ്. പിന്നെയോ എവേ, പ്ലേ, എൻഡ്, ഫ്രണ്ട്, പേജ്, ഏജ്, ചെയർ, ദെയർ, ബോക്സ്, അൺലോക്സ്, കവേഴ്സ്, ലവേഴ്സ്. ഇനി ആക്ടിവിറ്റീസ് നോക്കാം. Activity 1. Examine the first line of the last stanza. Last stanzയുടെ first line നോക്കൂ. Each book is a magic box. The figure of speech used here is the metaphor. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന figure of speech metaphor ആണ്. എന്താണ് figure of speech? കവിതയിൽ നമ്മൾ ചില കാര്യങ്ങൾ ഊന്നി പറയാൻ, കൂടുതൽ വ്യക്തത വരുത്താൻ, അല്ലെങ്കിൽ കവിതയുടെ ഭംഗി കൂട്ടുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ചില വേർഡ്സിനെയും ഫ്രേസസിനെയും ഒക്കെയാണ് ഫിഗർ ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത്. മലയാളത്തിൽ അലങ്കാര പ്രയോഗങ്ങൾ എന്ന് പറയും. സിമിലി, മെറ്റഫർ, പെർസോണിഫിക്കേഷൻ, ഇങ്ങനെ ധാരാളം ഫിഗർ ഓഫ് സ്പീച്ച് ഉണ്ട്. ഈ ലൈനിൽ വരുന്നത് മെറ്റഫർ ആണ്. എന്താണ് മെറ്റഫർ? മെറ്റഫർ ഈസ് എ ഫിഗർ ഓഫ് സ്പീച്ച് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് സംതിങ് ബൈ റെഫറിങ് ടു സംതിങ് എൽസ്. ഒരു കാര്യം മറ്റൊന്നാണ് എന്ന് പറയാനാണ് മെറ്റഫർ ഉപയോഗിക്കുന്നത്. ഇവിടെ തന്നെ നോക്കൂ. ഈച്ച് ബുക്ക് ഈസ് എ മാജിക് ബോക്സ്. ബുക്ക് ഒരു വസ്തുവാണല്ലേ. അതെന്താണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്? അതൊരു മാജിക് ബോക്സ് ആണ് എന്നാണ് പറയുന്നത്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇറ്റ് ഡസ് നോട്ട് അസേർട്ട് എ കമ്പാരിസൺ. ഇവിടെ ബുക്കിനെയും മാജിക് ബോക്സിനെയും തമ്മിൽ കമ്പയർ ചെയ്യുന്നേ ഇല്ല. ബുക്ക് മാജിക് ബോക്സ് പോലെയാണ് എന്ന് പറയുന്നില്ല. ബുക്ക് ഒരു മാജിക് ബോക്സ് തന്നെയാണ് എന്നാണ് പറയുന്നത്. ഒരു എക്സാമ്പിൾ കൂടി നോക്കുമ്പോൾ മനസ്സിലാവും. ഹിയർ ആർ എ ഫ്യൂ എക്സാമ്പിൾസ് ഓഫ് മെറ്റഫർ. ഫസ്റ്റ് വൺ, ഹി വാസ് എ ലയൺ ഇൻ ദ ബാറ്റിൽ. യുദ്ധത്തിൽ അവനൊരു സിംഹമായിരുന്നു. ഒരു സിംഹത്തിൻ്റെ അത്രയും ശൗര്യത്തോടു കൂടിയാണ് അവൻ യുദ്ധത്തിൽ പോരാടിയത് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അവൻ സിംഹത്തെ പോലെയാണ് എന്ന് പറയുന്നില്ല. അവിടെ ഒരു കമ്പാരിസണുമില്ല. അവൻ സിംഹം തന്നെയാണ് എന്നാണ് പറയുന്നത്. മെറ്റഫർ എന്താണെന്ന് മനസ്സിലായോ? ഒരു എക്സാമ്പിൾ കൂടി നോക്കൂ. മൈ ലവ് ഈസ് എ റെഡ് റോസ്. എൻ്റെ സ്നേഹം ഒരു ചുവന്ന റോസാ പുഷ്പമാണ്. അത്രയും സുന്ദരമാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇതുകൂടി നോക്കൂ. ദ സ്നോ ഈസ് എ വൈറ്റ് ബ്ലാങ്കറ്റ്. മഞ്ഞ് ഒരു വെള്ള പുതപ്പാണ്. ദ സൺ ഈസ് എ ഗോൾഡൻ ബോൾ. സൂര്യൻ ഒരു സ്വർണ്ണ പന്താണ്. യുവർ ബ്രെയിൻ ഈസ് എ കമ്പ്യൂട്ടർ. നിന്റെ ബ്രെയിൻ ഒരു കമ്പ്യൂട്ടറാണ്. ഇതെല്ലാം മെറ്റഫേഴ്സ് ആണ്. ചിൽഡ്രൻ, നൗ യു മേ കളക്ട് എക്സാമ്പിൾസ് ഓഫ് മെറ്റഫർ ഫ്രം അതർ പോയംസ്. ഇനി കൂട്ടുകാർ കൂടുതൽ പോയംസ് വായിച്ചു നോക്കി അതിൽ നിന്നും മെറ്റഫറിനുള്ള എക്സാമ്പിൾസ് എടുത്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ചില എക്സാമ്പിൾസ് ഞാൻ തരാം, നോക്കൂ. ഓൾ ദ വേൾഡ് ഈസ് എ സ്റ്റേജ്. ഇത് വില്യം ഷേക്സ്പിയർ എന്ന് പറയുന്ന മഹാനായ ഒരു ഇംഗ്ലീഷ് റൈറ്ററിൻ്റെ ഫേമസ് ആയിട്ടുള്ള ഒരു വരിയാണ്. ഈ ലോകം ഒരു സ്റ്റേജ് ആണ് എന്നാണ് ഷേക്സ്പിയർ പറയുന്നത്. അപ്പോൾ ഈ ലോകത്തെ ഒരു സ്റ്റേജ് ആയിട്ടാണ് ഷേക്സ്പിയർ കാണുന്നത്. നമ്മളെല്ലാവരും ആ സ്റ്റേജിൽ അഭിനയിക്കുന്ന ആക്ടേഴ്സ് ആണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇവിടുത്തെ മെറ്റഫർ മനസ്സിലായല്ലോ. അടുത്ത ലൈൻ നോക്കൂ. ഇറ്റ് ഈസ് ദ ഈസ്റ്റ് ആൻഡ് ജൂലിയറ്റ് ഈസ് ദ സൺ. ഇതും വില്യം ഷേക്സ്പിയറിൻ്റെ ലൈനാണ്. ജൂലിയറ്റ് ഒരു സ്ത്രീയാണ്, അതിസുന്ദരിയാണ്. അവൾ എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? സണ്ണാണ് എന്നാണ് അല്ലേ, സൂര്യനാണ്. സൂര്യൻ എങ്ങനെയാണ്? വെരി ബ്രൈറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ അല്ലേ, വളരെ തിളങ്ങുന്ന സുന്ദരമായ ഒരു വസ്തുവാണ് സൺ എന്നുള്ളത്. അപ്പോൾ ജൂലിയറ്റ് സണ്ണാണ്, അത്രയും സുന്ദരിയാണ് എന്നാണ് ഇവിടെ ഷേക്സ്പിയർ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് എക്സാമ്പിൾ, ബ്യൂട്ടി ഈസ് ട്രൂത്ത്,
ട്രൂത്ത്, ബ്യൂട്ടി. സൗന്ദര്യമാണ് സത്യം, സത്യം സൗന്ദര്യവും. ബ്യൂട്ടിയും ട്രൂത്തും രണ്ട് വ്യത്യസ്തമായ കാര്യങ്ങളാണ്. പക്ഷെ ഇവിടെ ബ്യൂട്ടി തന്നെയാണ് ട്രൂത്ത്, സൗന്ദര്യമാണ് സത്യം എന്ന് പറഞ്ഞിരിക്കുന്നു. ഇത് ജോൺ കീറ്റ്സ് എന്ന ഇംഗ്ലീഷ് പോയറ്റിൻ്റെ ലൈനാണ്. നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കൂ. Do you think books are preferable to the TV and the radio? Why? Write your views in a short paragraph. TV, റേഡിയോ എന്നിവയെക്കാളുമൊക്കെ ഉപയോഗിക്കാൻ കൊള്ളാവുന്നത്, മികച്ചത് പുസ്തകങ്ങളാണ് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? എന്തുകൊണ്ടാണത്? നിങ്ങളുടെ അഭിപ്രായം ഒരു പാരഗ്രാഫായിട്ട് എഴുതാനാണ് പറയുന്നത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അലസമായിരുന്ന് TV കാണുകയും റേഡിയോ കേൾക്കുകയും ഒക്കെ ചെയ്യുന്നതിനേക്കാൾ നല്ലത് പുസ്തകങ്ങൾ വായിക്കുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയുമാണല്ലേ? അത് നമ്മുടെ ഇമാജിനേഷനെ, ക്രിയേറ്റീവായി ചിന്തിക്കാനുള്ള കഴിവിനെ വളർത്തുന്നു അല്ലേ? പിന്നെയോ, പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ധാരാളം പുതിയ വേർഡ്സ് പഠിക്കാൻ കഴിയും. അപ്പോൾ ഒരാളുടെ വൊക്കാബുലറി, പദസമ്പത്ത് വികസിപ്പിക്കാൻ പുസ്തകം വായന നല്ലതാണ്. ആൻസർ നോക്കൂ. Yes, I think books are preferable to the TV and the radio as they arouse imagination and enrich a person's vocabulary. TV, റേഡിയോ എന്നിവയേക്കാൾ പുസ്തകങ്ങളാണ് നല്ലത് എന്ന് ഞാൻ കരുതുന്നു. കാരണം അവ നമ്മുടെ ഇമാജിനേഷനെ ഉണർത്തുകയും നമ്മുടെ വൊക്കാബുലറി വികസിപ്പിക്കുകയും ചെയ്യുന്നു. പുസ്തകങ്ങൾ അറിവിൻ്റെ ഒരു നിധിയാണല്ലേ, ഒരു പെർമനന്റ് സോഴ്സ് ഓഫ് നോളേജ് ആണ്. അത് നമുക്ക് എക്കാലവും സൂക്ഷിച്ചു വെക്കാനും ആവശ്യമുള്ളപ്പോഴെല്ലാം എടുത്ത് വീണ്ടും വായിക്കാനും സാധിക്കും. ബുക്സ് ആർ ദ പെർമനന്റ് സ്റ്റോർ ഹൗസ് ഓഫ് നോളേജ് ആസ് ദേ ക്യാൻ ബി കെപ്റ്റ് ഫോർ എവർ ആൻഡ് റീറെഡ് വെൻ വി വാണ്ട്. ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ ഒരു കാര്യം വീണ്ടും പരിശോധിക്കാൻ TV-യിലും റേഡിയോയിലും സാധിക്കില്ല അല്ലേ? അതിൽ ആ പ്രോഗ്രാംസ് വരുമ്പോഴല്ലേ നമുക്കത് അറിയാൻ സാധിക്കുകയുള്ളൂ. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ഇൻ ദ കേസ് ഓഫ് TV ആൻഡ് റേഡിയോ. TV-യുടെയും റേഡിയോയുടെയും കാര്യത്തിൽ ഇത് സാധ്യമല്ല. വി ക്യാൻ ചൂസ് ബുക്സ് അക്കോർഡിംഗ് ടു അവർ ടേസ്റ്റ്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പുസ്തകങ്ങൾ നമുക്ക് തിരഞ്ഞെടുക്കാം. ദേ ആർ അവർ ഫെയ്ത്ത്ഫുൾ ഫ്രണ്ട്സ്. അവ നമ്മുടെ വിശ്വസ്തരായ കൂട്ടുകാരാണ്. ഇതോടെ ഈ ചാപ്റ്റർ കഴിഞ്ഞു. നെക്സ്റ്റ് ചാപ്റ്ററിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യണേ. കൂടുതൽ വീഡിയോസ് കാണാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. Meet you in the next class. Goodbye, dears.